നമസ്കാരം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇനി ആ പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. യൂട്യൂബ് നോട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ ഇനിഷ്യലി കുറച്ച് വ്യൂ സാധാരണ നമുക്ക് കിട്ടാറുണ്ട്. ഇനി ആ നോട്ടിഫിക്കേഷനോടെ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ തന്നെ വീഡിയോകൾക്ക് വ്യൂ ഡൗൺ ആണ്. ഇനി നോട്ടിഫിക്കേഷനോടെ പോകാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന കുറച്ച് വ്യൂ കൂടെ കുറയും. അപ്പം എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാം. വളരെ ശ്രദ്ധിച്ച് എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അപ്പം ഞാനും കുറേയധികം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അതുപോലെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പം ഒരു അക്കൗണ്ടിൽ നിന്ന് 100, 200, 250 ഒക്കെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 150 ചാനലുകളോളം എന്റെ ഒരു അക്കൗണ്ടിൽ, ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിലെ എല്ലാ വീഡിയോകളും ഞാൻ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല. കാരണം എനിക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. പക്ഷെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ എല്ലാ ചാനലുകളിലെയും നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടാറുണ്ട്. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴും നമുക്കൊരു ഇറിറ്റേഷൻ തന്നെയാണ്. അത് യൂട്യൂബിലായാലും ഏത് ആപ്പിലായാലും ആവശ്യമില്ലാതെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം യൂട്യൂബ് മനസ്സിലാക്കിയത് കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷന്റെ ത്രൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക. റീസെന്റ് ആയിട്ടുള്ള വീഡിയോകൾ അവര് നോട്ടിഫിക്കേഷൻ വന്നത് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഒരു 4 or 5 വീഡിയോകൾ ലാസ്റ്റിൽ ഇട്ടത് നോട്ടിഫിക്കേഷൻ പോയി, പക്ഷേ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോകൾ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പോകത്തില്ല. അതായത് നമ്മളുടെ വീഡിയോകൾ അവർ ഓപ്പൺ ആക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലാസ്റ്റിലത്തെ ഒരു 5 വീഡിയോ ഉദാഹരണത്തിന് പറയാം, 5 വീഡിയോ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ യൂട്യൂബിനെയും പുഷ് ചെയ്യത്തില്ല. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു 100 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു 60 ചാനലിലെ വീഡിയോകൾ ഞാൻ റെഗുലർ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ 40 ചാനലിലെ വീഡിയോകൾ അത്ര ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആദ്യത്തെ 60 ചാനലിലെ നോട്ടിഫിക്കേഷൻ എനിക്ക് റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുള്ള ചാനലുകൾ, അതായത് റീസെന്റ് വീഡിയോകൾ വാച്ച് ചെയ്യാത്ത ചാനലുകളുടെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യും. ഇത്ര സബ്സ്ക്രൈബർ ഉള്ള ചാനലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന്റെ ത്രൂ അവർ വീഡിയോകൾ വാച്ച് ചെയ്തെങ്കിലേ അവർക്ക് തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് കൊടുക്കത്തുള്ളൂ. ഇനിയും റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്, ഒരാൾക്ക് താല്പര്യമില്ലാത്ത കണ്ടന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറുകയും അവർ ചിലപ്പം ആപ്പിന്റെ ഫുൾ നോട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പോലും വ്യൂവേഴ്സിന് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടന്റുകളുടെ നോട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു ഇവിടെ. ഇനി നിങ്ങൾ വല്ലപ്പോഴും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഇഷ്യൂ ഉണ്ടാകത്തില്ല. അതായത് റെഗുലർ ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന, ദിവസം ഒരു വീഡിയോ, 2 വീഡിയോ അല്ലെങ്കിൽ 1.5 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരുടെ നോട്ടിഫിക്കേഷൻ ആണ് ഒരു സബ്സ്ക്രൈബേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ചാനലുകളെ ആയിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഇഷ്യൂ ബാധിക്കുക. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ, മാസത്തിൽ ഒരു വീഡിയോ, 6 മാസം കൂടുമ്പോൾ ഒരു വീഡിയോ, അങ്ങനെയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പോകും. കാരണം നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് യൂട്യൂബ് അത് കറക്റ്റ് ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മുടെ ചാനലിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ ഓഡിയൻസുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ ഇടുന്ന വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ടായിരിക്കും. അതിനൊക്കെയുള്ള മറുപടി കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, റിയാക്ഷൻസ് കൊടുക്കുക, അതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഇന്ററാക്ഷൻസ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഓഡിയൻസുമായിട്ട് നമുക്കൊരു കണക്ഷൻ, ഒരു എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് അങ്ങനെ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ വാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മുമ്പോട്ടുള്ള സമയത്ത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ ഇടുന്നത് ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിലൊക്കെ ഒന്നും എത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മുമ്പോട്ട് തുടരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.